വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ജോബ്സിൽ ജോലി ചെയ്യുന്നവരാണ് നിങ്ങളെല്ലാവരും. ഇതിന് ഇത്രയും സമയം നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഇവര് ഞങ്ങൾക്ക് ഒരു ദിവസം ലീവ് എടുത്താൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും ലീവ് കിട്ടുന്നത്? അതല്ല, പ്രയോറിറ്റൈസേഷൻ നമ്മൾ ചെയ്യുന്നുള്ള രീതിയിലനുസരിച്ചുള്ളൂ. ബോസസൊന്നും കുഴപ്പമില്ല ഓഫീസിലോ? ഞാൻ കഴിഞ്ഞ വർഷത്തെ ഇത്ര ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എല്ലാ വീക്കെൻഡിലും ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട് ദുബായിൽ നിന്ന് ഇങ്ങോട്ട്. ഞാൻ 10 ലീവ് ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്തു ഈ വർഷത്തേക്ക്, ഇത്രയും ട്രാവൽ ചെയ്തിട്ട്. അപ്പം നമുക്കത് സാധിക്കും. എനിക്ക് ആകെയുള്ളത് 26 ലീവേ ഉള്ളൂ ഒരു വർഷം. 26 വർക്കിംഗ് ഡേയ്സ് ആണ് ഉള്ളത്. പക്ഷേ ഞാനത് 10 ലീവ് ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്തു കഴിഞ്ഞ വർഷത്തെ ഇത്രയും ട്രാവൽ ചെയ്തിട്ട്. അപ്പോൾ അതും പറ്റും നമുക്ക്. അപ്പോൾ അതങ്ങനെ പ്ലാൻ ചെയ്തു. വീക്കെൻഡ്സിലാണ് ഞാൻ ട്രാവൽ ചെയ്തത്. ഫ്രൈഡേ നൈറ്റ് ഫ്ലൈറ്റ് എടുക്കും, സാറ്റർഡേ സൺഡേ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് മൺഡേ മോർണിംഗിൽ ഫ്ലൈറ്റ് എടുത്ത് നാളെ രാവിലെ 9 മണിക്ക് ഞാൻ ജോലിക്ക് കയറും. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ട് ചെയ്യാൻ. ഇപ്പോൾ ശ്രീലാലാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ കാര്യം, ഇവൻ രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെളുപ്പിനെ വരും. 6 മണിക്ക് എന്നിട്ട് സ്കൂളിൽ പ്രിപ്പയർ ചെയ്യാനുള്ളത് പ്രിപ്പയർ ചെയ്തിട്ട് എന്നിട്ട് 9 മണിക്ക് സ്കൂളിൽ പോകും. എന്നിട്ട് വൈകുന്നേരം വീണ്ടും പ്രോഗ്രാമിന് പോകും. എല്ലാവരുടെയും ഞാനിപ്പം ഞങ്ങൾ 2 എക്സാമ്പിൾസ് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരുടെയും കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. അതുപോലെ ഇപ്പം ഭയങ്കര ടയേർഡാണ് എല്ലാവരും. അതിപ്പോൾ ഞങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയായിരിക്കുമല്ലോ. ആണല്ലേ? ശരിക്കും ഇതൊരു വീഡിയോയിലൊക്കെ പറയുന്ന പോലെ നമ്മളെല്ലാ കാര്യങ്ങളും മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ലോ പാഷൻ. അത് അതിനുവേണ്ടി നമുക്ക് പ്രാക്ടീസ് കുറേ വർഷങ്ങളായിട്ട് ചെയ്തത് ആണ് ഇപ്പോൾ കൂടുതലും. ഇപ്പോഴത്തെ കൂടുതൽ പ്രാക്ടീസ് ഓൺ സ്റ്റേജിലാന്നേ ഉള്ളൂ. പുതിയ പാട്ടുകളൊക്കെ ഞങ്ങൾ സ്റ്റേജിലൊക്കെയാണ് ഞങ്ങൾ പരീക്ഷിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഞങ്ങളുടെ ഇടയിൽ. സിങ്കായി, ഓട്ടോമാറ്റിക്കലി സിങ്കായി. അതാണ് നമ്മളിങ്ങനെ നിൽക്കത്തുള്ളൂ. അത് പുതിയ സിംഗേഴ്സിനെ എടുക്കുന്നത് അതിന്റെ പ്രോസസ് എങ്ങനെയാണ്? കാരണം നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസിലേക്ക് താഴെ കമന്റ്സ് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഞാൻ നന്നായി പാടും, ഞാൻ അത് പഠിച്ചിട്ടുണ്ട്, ഇത് പഠിച്ചിട്ടുണ്ട്, എന്നെ കൂടി അങ്ങനെ ഒരുപാട് കമന്റ്സ് കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് പുതിയൊരാളെ? അതെ, വന്ന് ചേർന്നതാണ്. നമ്മൾ കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ, നമുക്ക് വേണ്ട കൈൻഡ് ഓഫ് സിംഗർ അല്ലെങ്കിൽ വേണ്ട കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി മോർ ദാൻ സിംഗർ, നമ്മൾ അതിന് ജെല്ലാവുന്ന ആൾക്കാർ ആരാണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് നമ്മൾ അവരെ ചൂസ് ചെയ്യും. അല്ല, ടീം സ്പിരിറ്റ്, മെയിൻ ടീം സ്പിരിറ്റ്. ഇൻഡിവിജ്വൽ ഇതിനേക്കാളും അത് ആ ഒരു ടീമിനെ. ഇപ്പൊ ടീം ഇന്ത്യ എന്താ ക്രിക്കറ്റ് കളിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും സച്ചിൻ അല്ലല്ലോ, അല്ലെങ്കിൽ എല്ലാവരും കോഹ്ലി അല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ആ ഒരു സ്പേസിൽ ഇൻഡിവിജ്വൽ പെർഫോമൻസിന് അല്ലാണ്ട് ആ ടീമിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അതൊരു വലിയ, ഞാൻ നന്നായി പാടണം എന്ന് വിചാരിക്കണതിലും വലുതായിട്ട് നമ്മുടെ പരിപാടി വിജയിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ നമ്മുടെ എല്ലാവരും അങ്ങനെ. ഞാൻ നന്നായി പെർഫോം ചെയ്യണമെന്ന് ആരും വിചാരിക്കാറില്ല. പക്ഷെ പരിപാടി ഗംഭീരമായിരിക്കണം എന്നാണ് നമുക്ക് ഇറങ്ങി വരുമ്പോൾ ആ ഒരു ഫീല് കിട്ടണം. അതൊരു റിക്വയർമെന്റ് ആണ്. ഒരാൾ ഭക്തനായാലേ നിങ്ങളുടെ കൂടെ ചേരാൻ പറ്റുമെന്ന് അങ്ങനെയുണ്ട്? നിർബന്ധമില്ല, അങ്ങനെയൊന്നുമില്ല. ആറ്റിറ്റ്യൂഡ് കറക്റ്റാണ്. നമ്മൾ സത്യം പറഞ്ഞ ഒരു മനുഷ്യത്വബോധം, ഒരു ആൾക്കാർ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം ആൾക്കാരുടെ അടുത്തേക്ക്. അതാണ് മെയിനായിട്ടുള്ള ഫാക്ടർ. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ പണ്ട് ഹാർമോണിയം വായിച്ചുകൊണ്ടിരുന്നത് ഈ ഭക്തി നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഈ ഭക്തി എന്ന് പറയുന്ന കാര്യം. ഞങ്ങൾ ഹാർമോണിയം വായിച്ചുകൊണ്ടിരുന്ന തോമസ് ആശാൻ, KPCയിൽ പണ്ട് വായിച്ചുകൊണ്ടിരുന്ന തോമസ് എന്നുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭക്തി എന്ന് പറയുന്നത് എന്താ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പുള്ളി വായിക്കുന്ന ഹാർമോണിയം പീസ് എന്ന് പറഞ്ഞാൽ ഉഗ്രനാണ്. പുള്ളി ഇപ്പോൾ പ്രായമായി, 65-70 വയസ്സിന് മേളിലായി. അതുകൊണ്ടാണ് അല്ല 70-75 ആയിട്ടുള്ളൂ. അപ്പം പക്ഷേ എന്ത് വായനല്ല ആശം വായിച്ചുകൊണ്ടിരുന്നത്. KPSCയിൽ പണ്ട് ജോൺസൺ മാഷിൻ്റെ കൂട്ടത്തിലൊക്കെ ഉള്ള സമയത്ത് വായിച്ചുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം. അപ്പം പുള്ളിയുടെ ഭക്തി എന്ന് പറയുന്നത് എനിക്ക് പറയാം അയ്യപ്പനെയും കൃഷ്ണനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പുള്ളിയുടെ ഭക്തി ചിലപ്പോൾ പുള്ളിയുടെ ഭക്തി യേശു ആയിരിക്കുമല്ലോ. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ വായിക്കുമ്പോഴത്തേനും പുള്ളിയുടെ ഹാർമോണിയത്തിന് അത് ഭക്തിയുണ്ട്. അപ്പോൾ നമുക്കത് പറയാൻ പറ്റും. പക്ഷേ ഞങ്ങളുടെ ടീമിൽ പുള്ളിയുടെ പ്രായം അതാണെങ്കിലും നല്ല രീതിയിൽ ജെല്ലാകുമായിരുന്നു. പുള്ളി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അങ്ങനെ അതാണ് നമ്മളുടെ ഫാക്ടർ. ആറ്റിറ്റ്യൂഡാണ്. അതെ അതെ, അതിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഓർമ്മ നമ്മുടെ എക്സ്പ്രസ് തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കൊച്ചിയിലെ ഇവന്റിനെ പറ്റി. ഒരുപാട് ക്രൗഡ് വന്നിട്ട് എറണാകുളത്തെ പണില്ലേ പല കമ്മ്യൂണിറ്റീസിൽ നിന്നുള്ള ആളുകൾ പാർട്ടിസിപ്പൻസ് ആയിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ ഒരുവിധം എല്ലാ പ്രോഗ്രാംസിനും വരാറുള്ളതാണ്. നിങ്ങളുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് എല്ലാവരെയും സംഗീതത്തിലൂടെ ഭജനയിലൂടെ ഒരു വൺനെസ് എന്നുള്ള രീതിയിലേക്കാണ്. അപ്പോൾ ആ ഒരു നിങ്ങളുടെ എയിമിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആ എയിമിനെ ഗ്രാറ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള വിഷ്വൽസ് ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് കാണുന്നത്
പല വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒന്നിച്ച് വരുന്നതാകുമ്പോൾ എന്താ നിങ്ങളുടെ ഫീൽ? ഭയങ്കര ഫീൽ ചെയ്യും. അത് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഒരു മതത്തിൽപ്പെട്ടതല്ലാത്തതും അല്ലെങ്കിൽ ഞാൻ പറയും ഹിന്ദു അല്ലാതെ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരും മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഏത് പൊളിറ്റിക്സ് ഈവൻ ഏത്തിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ഏത് പൊളിറ്റിക്കൽ സപ്പോർട്ടുള്ള ആൾക്കാരും എല്ലാവരും ഒന്ന് ചേർന്ന് ആ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യവും അത് തന്നെയാണ്. ഞങ്ങളുടെ പേഴ്സണൽ എന്തെങ്കിലും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു സൊസൈറ്റിയിലെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള കാര്യം ഈ പല കാര്യത്തിലും ഈ പൊളിറ്റിക്കലായിട്ടുള്ള അടി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റിലീജിയസിൻ്റെ പേരിലാണെങ്കിലുള്ള വഴക്ക് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കാര്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യം ആ ഒരു വൺനെസ് പോസിറ്റിവിറ്റി എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ആൾക്കാരും നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്ന കാണുമ്പോഴത്തേനും ഞങ്ങൾക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്. ഭയങ്കര ഓൺ സ്റ്റേജ് ഇംപ്രവൈസേഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പോയാലും മോശമായിട്ട് പോയാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ബിക്കോസ് യു ഡോണ്ട് ഗെറ്റ് ടൈം ടു പ്രാക്ടീസ്. അപ്പോൾ എവിടെയോ കേട്ടിട്ടുണ്ട് ചില ആൾക്കാർ തെറ്റിപ്പാടുമ്പം യു കവർ അപ്പ് എന്നൊക്കെ. ആ ഒരു ആസ്പെക്ട് ആണെന്ന് തോന്നുന്നു ചോദിച്ചത്. അതെങ്ങനെയാണ് ഓൺ സ്റ്റേജ് വരുമ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ? ബിക്കോസ് ദാറ്റ് ക്യാൻ സ്പോയിൽ ദ ഹോൾ ഷോ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ഇംപ്രവൈസേഷൻ തെറ്റായതുകൊണ്ട് ഒന്നും ഹോൾ ഷോയൊന്നും സ്പോയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം എൻ്റെ ഗുരു പണ്ട് പറഞ്ഞു തന്നേക്കുന്ന ഒരു കാര്യം ഓർക്കുന്നത്, ഇപ്പം നമ്മളൊരു സംഗതി പാടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അയാളുടെ കയ്യിൽ നിന്ന് ആ പ്ലാൻ പാടിയത് പോകുമായിരിക്കാം. പക്ഷെ അയാൾ എന്താണോ ഉദ്ദേശിച്ചത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുമല്ലോ. അയാൾ എന്താണോ പ്ലാൻ ഉദ്ദേശിച്ചത് അതിനെ നമ്മൾ ആസ്വദിക്കാൻ നമ്മൾ പഠിക്കണം. ഓക്കെ അവൻ ട്രൈ ചെയ്ത് ഇതാണ് എന്നുള്ള കാര്യം. പക്ഷെ അത് എത്തിയില്ല. 2 ദിവസം പ്രാക്ടീസ് കഴിയുമ്പോൾ അത് വന്നോളൂ എന്ന് വെച്ചിട്ട് നമ്മൾ അതിന് കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മളുടെ തൊണ്ടയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും പാടുന്നുണ്ട്, എല്ലാവരും ഓവർ സ്ട്രെയിൻഡാണ്. അപ്പം ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതിരിക്കാം. പക്ഷെ നമ്മളൊരു പോസിറ്റീവ് ഒരു ഓവറോൾ ഒരു വൈബ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതായത് ചാനൽ ഷൂട്ടിൽ പറഞ്ഞു, നമ്മൾ വീഡിയോ എടുത്തിട്ടിരുന്നപ്പോൾ ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് നമ്മളുടെ ഇടയിൽ സംഭവിച്ചു. നമ്മൾ പറഞ്ഞു വിൽ ഗോ ഫോർ എ റീടേക്ക് എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ നിന്ന് അവരുടെ പ്രൊഡക്ഷൻ ഡയറക്ടർ പറഞ്ഞത് ഈ ഇംപെർഫെക്ഷൻ അതിൻ്റെ ഒരു ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഷോട്ടാണ് അവർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. ഇന്നലെ വരെ അങ്ങനെ എല്ലാം അറിയില്ല. പക്ഷെ നമ്മളിങ്ങനെ ഓരോ സമയത്ത് ചെറിയ ഇതാണ് നമുക്ക് അറിയാൻ പറ്റില്ല. പുറത്തുനിന്നത് അതെ ഓഡിയൻസിന് മനസ്സിലാവണമെന്നില്ല. ഞാൻ ചെറുത് വരുമ്പോൾ ഞങ്ങൾ തന്നെ അത് മാനേജ് ചെയ്യും. അതിപ്പോൾ വരികളല്ലേ റിപ്പീറ്റഡ് ട്വൈസ് പാടേണ്ട സാധനം ചിലപ്പോൾ ഒരാൾ ലീഡിൽ ആദ്യം എടുക്കുമ്പോൾ റിപ്പീറ്റേഷൻ. അപ്പം ഞങ്ങൾ ഒരാളിങ്ങനെ ജസ്റ്റ് വരുന്നിട്ട് അതെ എങ്ങനെ വന്നാലും തിരക്കിട്ടായിരിക്കുമല്ലേ. അല്ല അതൊരു പാട്ട് നമ്മൾ അമ്പലമില്ലാതെ ഞങ്ങൾ മിക്സ് ചെയ്യുമല്ലോ ഡിഫറെൻറ്റ് സോങ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് സോങ്സ് മിക്സ് ചെയ്യുമ്പോഴത്തേനും അമ്പലമില്ലാതെ ലാസ്റ്റ് സംഗീതമേ ഉള്ള അതിന്റെ സ്വരങ്ങൾ ലാസ്റ്റ് ജസ്റ്റ് അതിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തു. എന്നിട്ട് ആ സ്വരങ്ങൾ പാടി വരുമ്പോഴത്തേനും സ്വരം പാടാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. സ്വരം കേട്ടപ്പോൾ ഞാൻ വയലിനിൽ വായിക്കും. വയലിൻ ജയകൃഷ്ണൻ വായിക്കുകയോ ചെയ്യുന്നത്. ജയകൃഷ്ണൻ വായിക്കുന്നു, കൂടെ ഞാൻ വെറുതെ ഇങ്ങനെ സ്വരം പാടി അവസാനം എത്തിയപ്പോൾ അറിയാതെ സംഗീതമേലേക്ക് പെട്ടെന്ന് കടന്നു. ഇവിടെ അമ്പലമില്ലാതെ എന്നുള്ള പാട്ട് സ്റ്റാർട്ടും ചെയ്തു. അവസാനം സമ്പലമില്ലാതെ അതാരോ കണ്ടുപിടിച്ചു യൂട്യൂബിൽ അത് എഴുതിയിട്ടിട്ടുണ്ട്. സമ്പലമില്ലാതെ അങ്ങനെയൊക്കെയുള്ള കുറെ കോമഡികൾ സ്റ്റേജിലുണ്ടാകും. ഈ ഇംപ്രവൈസേഷൻസിന്റെ കാര്യം ഫിലിം സോങ്സ് ബ്ലെൻഡ് ചെയ്ത് ഒരു 13 years മുമ്പൊക്കെ ആയിരുന്നു ഫിലിം സോങ്സ് ബ്ലെൻഡ് ചെയ്യുന്നത്. അതിന്റെ ആ ഒരു ഫേസിനെ പറ്റി പറയാമോ? നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്നൊരു ഐഡിയയിലേക്ക് നിങ്ങൾ എത്തുന്നത് ആ ഒരു ഫേസിനെ പറ്റി. അങ്ങനെ ഈ മനോഹരി രാധേ രാധേ പിന്നെ കണ്ണാനി എന്നും അങ്ങനെയുള്ള കുറച്ച് പാട്ടുകളാണ് ഞങ്ങൾ ആദ്യം ഇതിലേക്ക് ഒന്ന് ട്രൈ ചെയ്തത്. അപ്പോൾ അത് ആൾക്കാർ ഒത്തിരി എൻജോയ് ചെയ്യുന്നത് നമുക്ക് റെസ്പോൺസ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒത്തിരി ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വൈ നോട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ പാട്ടുകൾ അതിലേക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ പരീക്ഷിക്കുന്നത്. അത് പിന്നെ ഇപ്പോൾ ഗ്രാജുവലി അത് ഒത്തിരി പാട്ടുകൾ കുറേ പാട്ടുകൾ നമ്മളുടെ ഭജനയുടെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് ഞങ്ങൾ സിമിലർ ആയിട്ടുള്ള രാഗങ്ങൾ ബ്ലെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുകയും
ആ ഡിസിഷൻ അതൊരു എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ ആ എക്സ്പെരിമെന്റ് സക്സസ് ആയി എന്ന് നിങ്ങൾക്ക് മനസ്സിലായ ആ ഒരു പോയിന്റ് അത് അതിനെപ്പറ്റി എടുത്തപ്പോൾ അത്രയും സക്സസ് ആയിട്ടില്ല. ഇത് നമ്മൾ ഒരു സപ്താഹത്തിന് ചെയ്ത സമയത്ത് അന്ന് ഇത് ഞങ്ങൾ ആ ഒരു രസത്തിൽ അതൊന്ന് കഴിഞ്ഞു. പിന്നെ ഒരു 13 വർഷം കഴിഞ്ഞു അതൊന്ന് സക്സസ് ആയിട്ട്. അപ്പൊ അത്രയും സമയവും നമ്മൾ അതിനു വേണ്ടി പാടിയിട്ടുണ്ട് അതെപ്പോഴും അല്ലേ, ഒരുപാട് തവണ പാടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളത് നിർത്തിയിട്ടില്ല, കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വളരെ കുറച്ചേ പാടിയിട്ടുള്ളൂ അല്ലേ? കുറേ വർഷങ്ങളിലൊന്നുമില്ല. അത് തന്നെ നിങ്ങളിപ്പോൾ 25 വർഷമായി പാടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പോപ്പുലാരിറ്റിക്ക് സോഷ്യൽ മീഡിയക്ക് വലിയൊരു റോളുണ്ട്. അതിലുപരി ഒരു കേരളത്തിൽ അടക്കം വന്നിട്ടുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച് കൂടി നിങ്ങളുടെ പോപ്പുലാരിറ്റിക്ക് പുറകിലുണ്ട് എന്ന് കരുതുന്നുണ്ട്. ഇപ്പം നമ്മൾ ഫാക്ച്വലായിട്ട് നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഉണ്ടാകാമായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് കൂടുതൽ ഇപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യമാണോ പറയുന്നത്? അതൊരു ഫാക്ടറാണ്. ഓക്കെ. ഇപ്പൊ പണ്ട് നമ്മൾ വളരെ കേരളത്തിന്റെ സോക്കോൾഡ് ഒരു സെക്യുലർ ലെഫ്റ്റിസ്റ്റ് സ്പേസിൽ നമ്മൾ കാണാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പോപ്പുലർലി അക്സെപ്റ്റഡ് ആയി വരുന്നുണ്ട്. പലതിനും അക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൂടി നിങ്ങളുടെ ഒരു പോപ്പുലാരിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സംശയമുണ്ട്, എനിക്കറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ഫാക്ടർ ഉണ്ടല്ലോ. അപ്പം ഈ പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം എൻജോയ് ചെയ്യുന്നു നമ്മൾ പറയുന്നില്ല. ഒരു കൈൻഡ് ഓഫ് ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മൾ എൻജോയ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ് ചിലപ്പോൾ വാലിഡ് ആയിരിക്കും. പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ആൾക്കാർ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ആണല്ലോ നമ്മൾ കൂടുതൽ മലയാളികൾക്കൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമായിരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആൾക്കാർ മാത്രം ഇതിനെ നമുക്കൊരു റീസണിന് വേണ്ടിയിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു കലാകാരനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, അവനെ കൊടുക്കുന്ന പാട്ടിനെ നമ്മുടെ പാട്ടിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ ഒന്നും അവർ നോക്കുന്നില്ല. ആ പാട്ട് അവർക്ക് ആസ്വദിക്കുന്നു, അതുകൊണ്ട് അവർക്കൊരു ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് അവർ നോക്കുന്നത്. അത് ഏതാൾക്കാർ അല്ലാതെ അതിൻ്റെ അകത്ത് അവർ വേറെ ഒന്നും നോക്കുന്നുണ്ടോ? നമുക്ക് വരുന്ന കൂടുതൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാട്ടായിട്ട് ചെയ്യുന്നു. അതിനകത്ത് വേറെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ദേ ആർ എൻഗേജ്ഡ് അറ്റ് ദ സെയിം ടൈം അവരുടെ വർക്ക് വേറെ നടക്കുന്നുണ്ട്. ഗുരുവായൂർ പ്രോഗ്രാം കഴിഞ്ഞാൽ started and topping the charts that this is agenda based, RSS ന്റെ agenda, this is Sanghi philosophy. അപ്പൊ അങ്ങനെയും ഒരു കമന്റ്സിൽ അതുമുണ്ട്. കമന്റ്സ് മാത്രം നോക്കുമ്പോഴല്ല, അല്ലാണ്ട് തന്നെ ചർച്ചകൾ, TV ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനോടൊക്കെ എങ്ങനെയാണ് അപ്പോൾ പ്രതികരിക്കുക? You say that politically everybody is enjoying yours, but there is also a strong group of people who are very critical of you. How do you respond? അതിന് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്ത് റെസ്പോണ്ട് ചെയ്തില്ല. നമ്മൾ മുന്നേ 25 വർഷം അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു ആ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നത്. അതിൽ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അതിന് ആരെങ്കിലും പ്രത്യേകിച്ചൊരു അവകാശം പറഞ്ഞിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പ്രശ്നമല്ല, ഈ പറയുന്ന ആൾക്കാരുടെയും ഈ പ്രതികരിക്കുന്ന ആൾക്കാരുടെയും പ്രശ്നമാണല്ലോ. അതിപ്പം നമുക്കൊരു ചേഞ്ച് ഉണ്ടായിട്ടില്ല. നമ്മൾ എന്ത് പാടിക്കൊണ്ടിരുന്നു അത് തന്നെ പാടുന്നു. പക്ഷേ അതൊരു ആൾക്കാരിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ അതിൻ്റെ അകത്ത് കൂട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആരും അവകാശം പറയണ്ട, അതിനാരും പേടിക്കുകയും വേണ്ട. അത്രേ ഉള്ളൂ. ചോദിച്ചതിന്റെ വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ വളർച്ചയും BJPയുടെ കേരളത്തിലുള്ള വളർച്ചയും തമ്മിലൊരു കോറിലേഷൻ ഉണ്ട് എന്നുള്ളതാണ് പൊതുവെ ഒരു നാരേറ്റീവ്. ആ നാരേറ്റീവ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കുറേ പൊളിറ്റിക്കൽ ആൾക്കാരും കുറേ ചാനലുകളിലും കുറേ യൂട്യൂബിലൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാനേ തോന്നുന്നില്ല. അതാണ് നമുക്കതൊരു ഐ ഡോണ്ട് തിങ്ക് ഡിസേർവ് എനി റെസ്പോൺസ്. അല്ല, ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞു അതൊരു നറേറ്റീവ് ആണെന്നുള്ളത്. സോ നമുക്കൊരു കാര്യം നമുക്കിപ്പം ഒരു ഭയങ്കര ഈസിയാണല്ലോ ഈ ഒരു കാലഘട്ടത്തിൽ ഒരാളെ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് ഇതാണെന്നുള്ള രീതിയിൽ നമുക്ക് ഒരാൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയും അല്ലെങ്കിലുള്ള രീതിയിലും ഭയങ്കര ഈസിയാണ് ഒരു കാര്യം. അപ്പം അത് ഞങ്ങൾ അതിനെ റെസ്പോണ്ട് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു ചർച്ചയിൽ പാർട്ടാനായിട്ട് താല്പര്യമില്ല. കാര്യം ഞങ്ങളുടെ ഫോക്കസ് മാറും. അപ്പോൾ അതിലൊക്കെ ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനോട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഡീവിയേറ്റ് ആയിപ്പോകും. പിന്നെ അതിൻ്റെ ചർച്ചകൾ അപ്പോൾ പിന്നെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്, ന്യൂസിൽ ചർച്ച ചെയ്യാനും പല കാര്യങ്ങളും വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു താങ്ക് യു സോ മച്ച്, താല്പര്യമില്ല. ഒരു ഇന്റർവ്യൂവിൽ പറയുണ്ടായി നിങ്ങളുടെ ഇടയിൽ തന്നെ പല പൊളിറ്റിക്കൽ പാർട്ടീസിൽ വിശ്വസിക്കുന്നവരുണ്ട്. അതെ. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ട്? കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. പൊളിറ്റിക്കൽ വോയിസ് ഗ്രൂപ്പ് ആയിട്ട്. അതെ.
പറഞ്ഞ ഒരു പോയിന്റ്, അതായത് ആരും അങ്ങനെ ചെയ്തിട്ടില്ല, അതിന് അവകാശികളായിട്ടും ആരും വരേണ്ടതില്ല എന്നുള്ള സി വി ആർ ലിവിംഗ് എ ടൈം ഓഫ് അപ്രോപ്രിയേഷൻസ്. അതായത് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിൽ ക്ലെയിം ഏറ്റെടുക്കുന്ന പൊളിറ്റിക്കൽ ഫോഴ്സസ് ഒരു സമയത്തോടെയാണ് കൊണ്ടിരിക്കുന്നത്. മേ ബി നാളെ ഒരു കാലത്ത് നിങ്ങളെയും കൂടി അപ്രോപ്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളെയും കൂടി ഞങ്ങളുടെ ഭാഗമാണ് എന്ന് പറയാൻ ഒരു നെഗറ്റീവ് ഉണ്ടായാൽ നിങ്ങളെങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി പറഞ്ഞില്ല. അവകാശികളും വേണ്ട, അതിനെതിരെയും വരേണ്ട കാര്യമില്ല, അതിന് പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങളൊരു മോബിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നാളെ ഞങ്ങളിപ്പോൾ ഒരാൾ ഓക്കെ ഞങ്ങൾ ബിലീവ് ഇൻ സിസ്റ്റം ഇതാണ്, യു ഓൾസോ നീഡ് ടു ബിലീവ് ഇൻ ദിസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ നാളെ പോയിട്ട് ശ്രീലാൽ നാളത്തെ കാൻഡിഡേറ്റ് ആണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ, അതുകൊണ്ട് ശ്രീലാലിനെ വോട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്നൊന്നും ഞങ്ങൾ അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലല്ലേ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ടുമോറോ ഓക്കെ ലെറ്റ് ദം ഡിസൈഡ്, ലെറ്റ് ദി പബ്ലിക് ഡിസൈഡ്, ഓക്കെ ഇവരുടെ അജണ്ട ഇതായിരുന്നു എന്നുള്ളൊരു ഞങ്ങളുടെ ഡീവിയേഷൻ ഞങ്ങളുടെ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ദി ഓഡിയൻസ് ഡിസൈഡ്, അല്ലേ? അതായിരിക്കും ബെറ്റർ.